This is absolutely a magical place. ഒരു രക്ഷയില്ല മച്ചാന്മാരെ. ഈ ഒരു ലാൻഡ്സ്കേപ്പ് എന്താ പറയുക, നമുക്ക് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതിനൊക്കെ അപ്പുറമാണ്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. എന്താ പറയുക, വ്യക്തമായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഇവിടെ. അതുകൊണ്ടാണ് ഇതിനെ ബാഡ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. Welcome to the Badlands National Park in South Dakota. അപ്പോൾ നമ്മുടെ എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും വലിയൊരു നമസ്കാരമുണ്ട്. നമ്മുടെ ഒരു കിടിലൻ കിടക്കാച്ചി ട്രിപ്പുമായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ സൗത്ത് ഡക്കോട്ട എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ബാഡ്ലാൻഡ് എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ളൊരു നാഷണൽ പാർക്കിലാണ്. അപ്പം നമ്മൾ ഈ ഒരു പാർക്ക് എന്താ പറയുക, ഒത്തിരി നമുക്ക് ഹൈക്ക് ചെയ്യാനുണ്ട്. അതേപോലെ ഒരുപാട് ഇതിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് നമുക്ക് കാണാനുണ്ട്. ശരിക്കും നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ് ഈ പാർക്കിലുള്ളത്. അങ്ങനെ ഗംഭീരമായിട്ടുള്ളൊരു ഹൈക്കിങ്ങിനുള്ള തയ്യാറെടുപ്പാണ്, വേറൊന്നുമല്ല. ഹൈക്കിംഗ് ബൂട്ട് മസ്റ്റാണ് ഇവിടെ. കാരണം ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്, തെന്നലുള്ള സ്ഥലങ്ങളുണ്ട്, ചരൽക്കല്ലുകളുള്ള സ്ഥലമുണ്ട്, അതേപോലെ പാമ്പേട്ടന്മാർ ചള്ളയിലുണ്ടാവും. അങ്ങനെ കുറേ എന്താ പറയുക റിസ്ക് ഉണ്ട് നമ്മൾ ഹൈക്ക് ചെയ്യണതിൽ. പക്ഷേ നമ്മൾ നമ്മൾ ഈ വളഞ്ഞ് എന്താ പറയുക ഉടായ്പായിട്ട് കിടക്കുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പിനുള്ളിലേക്ക് ഹൈക്ക് ചെയ്ത് പോകാൻ പോകണം. വളരെ അടുത്ത് നമുക്ക് കാണാൻ കഴിയും ആ ഒരു എന്താ പറയുക ഒരു മാജിക്കൽ ലാൻഡ്സ്കേപ്പിങ്. അതേപോലെ ഗംഭീരമായിട്ടുള്ള കാഴ്ചകളായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഗോതയിൽ ചെന്നിട്ട് കാണാം. ഈ മാപ്പ് കണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ ഹൈക്ക് ചെയ്യാൻ പോകുന്ന ട്രെയിൽ. നോർത്ത് ട്രെയിൽ എന്ന് പറയും. ഒരു 1.5 മൈലാണ് റൗണ്ട് ട്രിപ്പ്. ഏകദേശം 1.5 മണിക്കൂറാണ്, 1.5 to 2 മണിക്കൂർ വരെ ടൈമാണ് അവർ പറയുന്നത്. കണ്ടോ, അപ്പോൾ ഇതേപോലത്തെ ഉടായ്പ പിടിച്ചൊരു ഏരിയ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതെന്താ പാമ്പേട്ടൻ, ഈ ഒരു സാധനം ഇവിടെ ഒത്തിരി ഉണ്ട്. കാരണം നമ്മൾ വളരെ സൂക്ഷിച്ചില്ല. ഇത് ഈ വാലൊക്കെ ഇട്ട് വറപ്പിക്കുന്ന ഒരു സാധനമാണിത്. നല്ല വിഷമുള്ള ഐറ്റമാണ്. അതുകൊണ്ട് എന്താ പറയുക, ഹൈക്ക് ചെയ്യുമ്പം അതിനുള്ള സുരക്ഷകൾ നമ്മൾ കരുതിയിരിക്കണം. അത്യാവശ്യം ഇവനെ കണ്ടു കഴിഞ്ഞാൽ അടിച്ച് കൊല്ലാനാണിത് എന്ന് വിചാരിക്കണ്ട. ഇതെൻ്റെ മോണപ്പാടാണ്. ഒത്തിരി റിസ്ക്കാണ്. റിസ്ക് എന്ന് പറയുന്ന കാരണം ഇതൊക്കെ ഏത് സമയത്ത് ഇടിഞ്ഞൊളിഞ്ഞ് വീഴും. അങ്ങനത്തെ ഒരു എന്താ പറയുക ഭൂപ്രകൃതിയാണ് ഇവിടുത്തത്. അടിയിൽ നിൽക്കുന്ന ഒട്ടും സുരക്ഷയില്ല. ഇത് ഒരുവിധം എന്താ പറയുക ഒരുമാതിരി ചെളിമണ്ണാണ് ഈ സാധനം. അപ്പം ശരിക്കും കൈകൊണ്ട് ഒരു തട്ട് തട്ടിയാൽ പോലും ഈ സാധനം ഇടിഞ്ഞൊളിഞ്ഞ് വീഴും. അത്രയ്ക്കും ഉറപ്പില്ലാത്തൊരു സംഭവമാണ്. ഈ പ്രദേശം മുഴുവൻ ഒരു എന്താ പറയുക ഒരു അത്യാവശ്യം ഹൈറ്റുള്ള ഒരു വലിയ കുന്നായിരുന്നു. പക്ഷേ വർഷാവർഷങ്ങളുള്ള മഴക്കാലത്ത് ഈ കുന്നുകളിൽ നിന്ന് ഇതേപോലെ മണ്ണ് ഇടിഞ്ഞ് ഒലിഞ്ഞ് പോയിട്ടാണ് ഈ ഒരു എന്താ പറയുക ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആയിട്ടുള്ളത്. ഇതുണ്ടോ, ഇടിഞ്ഞു പൊളിഞ്ഞ് തവിട് പിടിയായിട്ട് കിടക്കണുണ്ടോ. അപ്പോൾ നല്ല മുൻകരുതലെടുത്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്, അല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും. ഓരോ ടീമുകളുടെ അംഗംപെട്ട് കണ്ടോ, ഇറങ്ങി വരാൻ പെടുന്ന പാട് കണ്ടോ. പാപ്പൻ പാപ്പൻ ഇതാണ്. ഒരുമാതിരി തരിക്കല്ലുകൾ പോലെയാണ്. ഇതെന്താ, ഒരുമാതിരി തരിക്കല്ലുകൾ പോലെയാണ്. തന്നെ നല്ല എളുപ്പമാണ്. ഇത് നമ്മൾ കയറാൻ പോവാണ്. അതില്ലേ
That was strenuous. Felt like I was back at the gym. ഒരു രക്ഷയില്ലാട്ടോ. അതിപ്പോൾ നമ്മൾ കണ്ട ഒരു സെറ്റപ്പ് ഒന്നല്ല. കയറി വരുമ്പോൾ നല്ലൊരു കിടുകിടുപ്പുണ്ട്. പക്ഷേ നമ്മൾ കയറി വന്നത് അതൊരു സിമ്പിൾ സാധനമാണ്. അതിലും അമിട്ട സാധനം ഇനിയും കിടക്കണുള്ളൂ. നമ്മൾ ഇനി ആ വഴിക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ഒരു പുള്ളിക്കാരാ പാപ്പ നടന്നു വരുന്നുണ്ടോ. അവിടുന്ന് അങ്ങോട്ട് വളരെ ഇടുങ്ങിയിട്ടുള്ളൊരു നടപ്പാതയാണ്. അതേപോലെ തെന്നാൻ വളരെ സാധ്യത ഉള്ളതാണ്. ഇതേപോലെ വീതി കുറഞ്ഞിട്ടുള്ള നടപ്പാതയാണ്. അതേപോലെ അതിൻ്റെ സൈഡെന്ന് പറയണത് പോയി കഴിഞ്ഞാൽ മലനടിച്ച് താഴ്ത്തുണ്ടാവും. ഇതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വന്ന് താഴത്തേക്ക് വീണിട്ടുള്ളതാണ്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു അപകടം. ഏത് സമയത്തും ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഹൈക്ക് ചെയ്യുന്നവരുടെ മൊത്തം ഉത്തരവാദിത്തത്തിലായിരിക്കും ഈ ഒരു ഹൈക്കിങ് പരിപാടി. നമ്മൾ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ ഹൈക്ക് ചെയ്ത് കടന്നു വന്നത്. ഇവിടുന്ന് അങ്ങനെ ശരിക്കും എന്താ പറയുക, ഒരു നടപ്പാത അങ്ങനെ ഒരു സംഭവമില്ല. ഞാൻ കാണിച്ചു തരാം. അത് കണ്ടോ, അങ്ങനെ നമുക്ക് ശരിക്കും നടപ്പാത എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഒരു വിധത്തിൽ അള്ളിപ്പിടിച്ച് മാന്തി പറിച്ച് നടക്കുക തന്നെ. അതല്ലാതെ പ്രോപ്പറായിട്ടുള്ളൊരു ഹൈക്കിംഗ് ട്രയൽസ് ഒന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് വളരെ എക്സ്ട്രാ കോഷൻ ഉപയോഗിച്ച് വേണം ഇതിലൂടെയുള്ള അഭ്യാസ പ്രകടനങ്ങൾ, അല്ലെങ്കിൽ പണി കിട്ടും. ശരിക്കും ഈ മലഞ്ചെരുവ് ഏകദേശം 90 കിലോമീറ്റർ നീളത്തിലാണ് ഇതേപോലെ കിടക്കുന്നത്. അത് മൊത്തം ഒന്നും നടന്നെത്താൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതേപോലെ ഇതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ വളരെ റെസ്ട്രിക്റ്റഡ് ആണ്. കാരണം ഏത് സമയത്തും ഇതേപോലെ സ്ലൈഡിങ് ഉണ്ടാവും. അത് കാരണം ഒത്തിരി സ്ഥലത്തേക്കൊന്നും നമുക്ക് പോകാനും പറ്റില്ല. അങ്ങനെ സാഹസതയൊക്കെ നിറഞ്ഞ് നമ്മുടെ എന്താ പറയുക ഹൈക്കിങ്ങിനൊടുവിൽ നമ്മൾ ഇതിൻ്റെ ഈ നോച്ച് ട്രയലിൻ്റെ ഏറ്റവും എൻഡ് പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇതല്ല, ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് വലിയൊരു കൊക്ക പോലെയാണ്. അതേപോലെ ഈ സൈഡിലൊക്കെ നിൽക്കുന്നത് വളരെ സൂക്ഷിച്ച് വേണം. ഏത് സമയത്തും ഇടിയാം. അത്ര ഒരു അപകടം പിടിച്ച പോലത്തെ ഒരു സൈഡും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഈ താഴത്ത് കാണുന്ന വാലി ഇത് വൈറ്റ് റിവർ വാലി എന്നാണ് അറിയപ്പെടുന്നത്. മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടുന്ന്. അപ്പോൾ ഇനി നമ്മൾ വന്ന വഴിക്ക് തന്നെ തിരിച്ച് പോകണം. വേറെ അങ്ങോട്ട് പോകാൻ വഴിയൊന്നുമില്ല. ആ മരത്തിൻ്റെ കോണിപ്പടിയൊക്കെ ഇറങ്ങി തപ്പി പിടിച്ച് വേണം പോകാനായിട്ട്. അപ്പോൾ ഇനി തിരിച്ച് ഹൈക്കുകയാണ്. ഇതാണ് മുമ്പ് ഈ ഹൈക്കിംഗ് ട്രയൽ ഈ ഒരു വഴിക്കായിരുന്നു. പക്ഷേ ഇവിടുന്നൊക്കെ കുറേ ഭാഗം ഇടിഞ്ഞ് താഴ്ത്തു പോയത് കാരണം അവർ ഡേഞ്ചറിൻ്റെ ഒരു സൈൻ ഇട്ടിട്ട് ഇപ്പം നമ്മൾ അതിന് പകരം ഇതല്ല, ഇത് വഴി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇതല്ല, ഈ മണ്ട വഴിക്ക് വേണം കയറി പോകാനായിട്ട്. അത് ചെറിയൊരു ചലഞ്ചാണ്. പക്ഷെ കൂടുതൽ എന്താ പറയാ, സേഫ് ആയിട്ടുള്ള ഒരു ഹൈക്കിംഗ് ആണ് അതിനെ അപേക്ഷിച്ച്. നമ്മ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടാ. പോയിട്ട് പറയാൻ എങ്ങനെയുള്ള അവസ്ഥ.
in the peak. What is it? The Badlands are really good. ഒരു രക്ഷയില്ലാട്ടോ. നമ്മൾ കൂടുതൽ പോകുന്തോറും നല്ല അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ആണ്. നമ്മൾ ആ നോച്ച് ട്രയലിൽ പോയതിന് ശേഷം അവിടുന്ന് ഡ്രൈവ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഇപ്പുറം സൈഡിലേക്ക് വന്നു. ഇവിടുന്ന് ഇനി വേറൊരു ഹൈക്കിംഗ് ട്രയൽ ഉണ്ട്. ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ട്രയൽ, ആ നോച്ച് ട്രയൽ നമ്മൾ ഹൈക്ക് ചെയ്ത് വന്ന് ആ മേളിൽ നിന്ന് നോക്കിയ താഴത്തെ ആ പോയിന്റിൽ നമുക്ക് ആ താഴ്വാരത്തേക്ക് ഹൈക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഹൈക്ക് ചെയ്ത് എത്രയും പൊക്കത്തിലാണ്, ഇതേപോലത്തെ ഒരു സ്ഥലത്താണ് വന്നതെന്ന്. അതേപോലെ ഇവിടുന്ന് ഈ വൈറ്റ് റിവർ വാലിയുടെ അടിപൊളിയായിട്ടുള്ള വ്യൂ നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ച് ഓരോന്ന് ഹൈക്ക് ചെയ്തിട്ട് വരാം. ഇതുകൊണ്ട് ആ ഏറ്റവും മുകളിലാണ് നേരത്തെ നമ്മൾ അപ്പുറത്തെ ട്രയൽസ് വഴി ഹൈക്ക് ചെയ്ത് വന്ന് നിന്നത്. സൂം ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ കറുത്ത ഉടുപ്പിട്ടൊരു ആൾ നിൽക്കണണ്ട മേളിൽ കണ്ട. നമ്മൾ നേരത്തെ നിന്ന പോയിൻ്റ് അവിടെയാണ്. അവിടെ നിന്നിട്ടാണ് നമ്മൾ താഴ്വാരത്തിൻ്റെ വ്യൂ കണ്ടത്. കിളിക്കൂട് കണ്ട മച്ചന്മാരെ, ഇത് മൊത്തം കിളിയുടെ കൂടാണ്. ഷട്ട കിളീനെ കാണാനല്ലേ ഈ പരിസരത്ത്. എന്താ The Badlands, they're really pretty cool. And even though they're very barren, it's awesome. അപ്പോൾ ഒരു രക്ഷയില്ല. കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നമുക്കും ഒത്തിരി ഇഷ്ടമായ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയുടെ അനുഭവമായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ദയവേത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഇതേപോലെ വ്യത്യസ്തമായ കാഴ്ചയുടെ അനുഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫ്രം ദ വണ്ടർലെസ് കപ്പിൾ. See you next time.